ഇപ്പം അവര് പാടാൻ പോകുന്നത് ഇശൽ തമാശ റൗണ്ടിൽ നിന്ന് ഒരു പാട്ടാണ് പാടാൻ പോകുന്നത്. കേക്കാം കേക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് ഞാൻ ആദ്യം വെൽക്കം ചെയ്യട്ടെ. പാർവതി പാറു ചേച്ചി കിടിലൻ കോസ്റ്റ്യൂം. താങ്ക് യു. ഇഷ്ടായില്ല അജാസെ? ഇഷ്ടായി. നമ്മള് പൊതുവെ ഡാൻസിനൊക്കെ ഇങ്ങനെ കോസ്റ്റ്യൂംസ് ഒക്കെ നമുക്ക് പാട്ടിനും തീം വൈസ് കോസ്റ്റ്യൂംസ് ഒക്കെ കൊണ്ടുവരുന്ന സൂപ്പർ സൂപ്പർ. അജാസിന്റെ ഡാൻസ് ഒക്കെ ഞാൻ കാണാറുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ കളിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ പറ്റാറൊന്നുമില്ല. എന്തായാലും നമുക്ക് ഇനി വരുന്ന റൗണ്ടിൽ നമുക്ക് മാക്സിമം ഡാൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ലിമിറ്റേഷനകത്ത് നമ്മൾ ഡാൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും അജാസിനെ പറ്റുമെങ്കിൽ അജാസും സപ്പോർട്ട് ചെയ്യും, ഡാൻസ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. ഓക്കെ പറു, അടിച്ചു പൊളിച്ച് പെർഫോം ചെയ്യും, നല്ല മാർക്ക് സ്കോർ ചെയ്യും. താങ്ക് യു. അജാസിന് ഇഷ്ടമായില്ലേ? അടിപൊളി അടിപൊളി അല്ലേ? ലാസ്റ്റ് ഇങ്ങനെ വിളിക്കുകയുണ്ടായി വന്ന് ഡാൻസ് കളിക്കുന്നത്. അപ്പൊ ചെറുതായിട്ട് ഡാൻസർ അല്ലേ, അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് പുതിയ സ്റ്റെപ്പ് എല്ലാം കിട്ടിയാലോ എന്ന്. എന്താ അജാസ് ഡാൻസ് കളിക്കാത്ത? ഞാൻ പ്രതീക്ഷിച്ചില്ല, പെട്ടെന്ന് പറയുമ്പോ കുട്ടി പകച്ചു പോയിന്ന്. അപ്പൊ എന്തായാലും നമുക്ക് കമന്റ്സിനൊക്കെ പോകുന്ന മുമ്പ് നമുക്ക് ഈ പാട്ടിന് അജാസ് കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ച് റെഡിയാണോ? റെഡിയല്ലേ? ഓർക്കസ്ട്ര ടീം നിങ്ങൾക്ക് വേണ്ടി ഒന്ന്
ഓക്കെ പാറുക്കുട്ടി ഇഷ്ടമായില്ലേ? ഇഷ്ടമായി. അപ്പൊ നമ്മൾ ഭയങ്കര ജോളി ആയിട്ട് നമ്മൾ രണ്ടുപേരും ഭയങ്കര ജോളി ആയിട്ടിരിക്കാൻ. പക്ഷെ അവിടെ ഭയങ്കര നെഞ്ചിരിപ്പാണ്. എന്തെന്നറിയോ, നീ അനുഭവിച്ച സെയിം നെഞ്ചിരിപ്പാണ്. അറിയാം. കമന്റ്സിലേക്ക് പോവാം. ആദ്യം നമുക്ക് ചോദിക്കാം. സത്യം പറയട്ടെ, പെട്ടെന്ന് എനിക്ക് കണ്ടപ്പോ ഡോള് പോലെ ഉണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ഡോളിലെടുത്ത് ചോദിക്കാം. സജിലതാ ഇഷ്ടായി. അയ്യോടാ, അല്ല കാര്യത്തില് അനങ്ങാണ്ടിരുന്നാ പിന്നെ ഡോള് പോലെ ഇരിക്കുന്നുണ്ട്. എന്താ ഇവിടെ ഒരു കളിയാക്കിച്ചിരിയൊക്കെ അസൂയ വേണ്ടട്ടാ. ഒരാളിവിടെ ക്രീമൊക്കെ തേക്കാൻ തുടങ്ങിയിട്ടുണ്ട് വിളിക്കാൻ വേണ്ടിട്ട്. പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അറിഞ്ഞു 6 മാസമായി തേക്കുന്നു എന്നൊക്കെ അറിഞ്ഞു. കാര്യമില്ല എന്നൊക്കെ. അജാസിന്റെ വലിയൊരു ഫാനാണ് കേട്ടോ ഞാൻ. പുലിമുരുകൻ കണ്ടുപോയിട്ട്. പക്ഷെ ആ സോങ് ഒക്കെ കേൾക്കുമ്പോഴേ എന്തോ ഒരു രോമാഞ്ചാണ്. അതിൽ അജാസ് ഇങ്ങ് ഇറങ്ങി വന്നപ്പോഴേ ശരിക്കും ലാലേട്ടൻ ചെറിയ കുട്ടിയായിട്ട് ഇറങ്ങി വരുന്ന പോലെ ഉണ്ട്. ലാലേട്ടനെ പോലെ തന്നെ ഉണ്ട് കേട്ടോ കാണാൻ. കുഞ്ഞു ലാലേട്ടൻ. നമ്മളെ പാട്ടിലേക്ക് വരാം. ഈ പാട്ട് കേട്ടപ്പോഴ് എനിക്കും നജീമിനൊക്കെ വേറൊരു പാട്ട് ഓർമ്മ വന്നാൽ നമ്മൾ രണ്ടാളും കൂടി രണ്ടുപേരും പാടിത്തരാം. ഈ പാട്ടിന്റെ സ്റ്റൈലിലാണല്ലേ മൊത്തത്തിൽ ഈ ഒരു പാട്ട് പോയിട്ടുണ്ട്. ദാസേട്ടനാണല്ലേ പാടിയത്. ഈ പാട്ടിൽ എന്താ ശരിക്കും പറഞ്ഞിരിക്കുന്നത്? ഇബ്ലീസ് എന്നൊരു ശക്തിയുണ്ട് അല്ലെ. ആ ഇബ്ലീസ് നമ്മളെപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ശരിയല്ലേ, എല്ലാരും പറയാറില്ലേ? അതാണ് ഈ പാട്ടിലും പറഞ്ഞിരിക്കുന്നത്. ഇബ്ലീസ് ഓരോ സ്ഥലങ്ങളിൽ പോയി അങ്ങനെ മനുഷ്യന്മാരെ തമ്മിൽ തെറ്റിച്ച് അടിയുണ്ടായി അവസാനം നാട്ടിൽ മൊത്തം അടിയായി അല്ലെ. അതാണ് ഈ പാട്ടിൽ ഇങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. മോള് നന്നായിട്ട് പാടി. ഈ പാട്ടില് കുഞ്ഞു കുഞ്ഞു സംഗതികളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പാടി കേട്ടോ. എന്താണ് ഈ റൗണ്ടിന്റെ പേര്? തമാശ. ആ തമാശയോടുകൂടി തന്നെ മോള് പാടിയിട്ടുണ്ട്. നന്നായി ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അല്ലേ ഡാൻസ് ഒക്കെ കളിച്ച് വേറെ ലോകത്തെത്തിയതുകൊണ്ട് അജാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ തിയേറ്ററിലെ ഒരു അപ്ലാസ് എടുത്തു പറയേണ്ടതാണ് കേട്ടോ. ഒരു സ്റ്റാറാണ് ഇപ്പോഴത്തെ തരംഗമാണ് അജാസ്. അജാസ് നമ്മുടെ കുട്ടിപ്പത്രനാൾ വന്ന് വലിയ സന്തോഷം. ഒരു സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് സന്തോഷം. ഓക്കെ. പിന്നെ പാർവതി വളരെ നന്നായിട്ട് പാടി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇപ്പോൾ തമാശ കോമഡി റൗണ്ട് ആണെങ്കിലും ആ പാട്ടിന്റെ ഭാഗങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിരുന്നു. കോമഡി ഉൾക്കൊണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഇവർ റിലീസ് കാരണം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഈ പാട്ടിൽ പറയുന്നത്. പക്ഷെ അതിൽ നല്ല പാട്ടിന്റെ സൈഡ് നോക്കുവാണെങ്കിൽ എല്ലാ സംഗതികളും കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. നല്ല ക്ലീൻ സിംഗിങ് ആയിരുന്നു. കറക്റ്റ് റെക്കോർഡ് വെക്കുമ്പോൾ തന്നെ ആയിരുന്നു ഇരുന്നത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. സുഖമായിരിക്കണം മോനെ. ഞങ്ങളൊക്കെ വലിയ ഗ്രേറ്റ് ഫാൻസ് ആണ് കേട്ടോ. മോൻ്റെ ഭയങ്കര ഫാൻസാണ് അല്ലേ. കേരളം മുഴുവൻ ഫാൻസാണല്ലേ. ഇങ്ങനെ തന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റട്ടെ കേട്ടോ. എല്ലാ പ്രാർത്ഥനകളും മോൻ്റെ കൂടെ ഉണ്ടാവും. മോനെ ഇഷ്ടമായോ? പാർവതിയുടെ പാട്ട് നല്ല ഇഷ്ടമായല്ലേ. പാർവതി നല്ല ഇൻട്രാക്ട് ചെയ്തു കേട്ടോ. അജാസിനെ പോയി വിളിച്ചിട്ട് വന്നു. മോളുടെ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത്, ഈ ഏജിലുള്ള കുട്ടികളെക്കാൾ ഇൻ്റലിജൻ്റ് ആയിട്ടും മെച്യൂർഡ് ആയിട്ടുമാണ് തിങ്ക് ചെയ്യുന്നത്. പലപ്പോഴും ഞാൻ 2 പെർഫോമൻസിലും ശ്രദ്ധിച്ചതാണ്. പിന്നെ ഭയങ്കര എലഗൻ്റ് ആണ് മോളുടെ മൂവ്മെൻറ്റ്സും. പാട്ടിനെ ഒരു എഫക്റ്റ് ചെയ്യാണ്ട് തന്നെ മോള കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞു മൂവ്മെൻറ്റ്സ് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നല്ല എലഗൻറ്റ് മൂവ്മെൻറ്റ്സ്. നമുക്ക് നല്ല ഇഷ്ടമാവും. ആർക്ക് കണ്ടാലും ഭയങ്കര ഇഷ്ടം തോന്നും മോളോട് കേട്ടോ. പിന്നെ സജിലത്ത് പറഞ്ഞ മാതിരി സ്പെസിഫിക് ആയിട്ട് ഓരോ നോട്ടും നല്ല ശ്രദ്ധിച്ച് ഇബ്ലീസ് അവിടെ ഒരു ചെറിയൊരു ചേഞ്ച് വന്നാൽ മൊത്തം മാറിപ്പോവും. പക്ഷെ മോൾ ആ നോട്ട് കറക്റ്റ് പാടുന്നുണ്ട്. പിന്നെ അടിക്കേസ്
അവിടെയൊക്കെ ഞാനും നജീമും കൂടെ നോക്കാൻ ഈച്ച് ആൻഡ് എവറി ടൈം എവിടെയും മിസ്സാവണില്ല. ത്രൂ ഔട്ട് സിംഗിങ്ങിൽ ആ നോട്ട്സ് വരുന്നുണ്ട്. ചെറിയൊരു ചേഞ്ച് വന്നാൽ കംപ്ലീറ്റ് മാറും. പക്ഷെ നല്ല ശ്രദ്ധിച്ച് നല്ലോണം ആ ഒരു നല്ല നോളജ് ഉള്ള കുട്ടിയാട്ടോ. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പൊ അങ്ങനെ അങ്ങ് പോട്ടെ കേട്ടോ. വളരെ നല്ല ഫീലൊക്കെ എക്സലന്റ് ആയിരുന്നു. താങ്ക് യു ചേച്ചി. ഇവിടെ ജഡ്ജസ് ഭയങ്കര കൂളല്ലേ അല്ലേ? കൂടുതൽ വഴക്കൊന്നും പറയുന്നില്ല, ഭയങ്കര കമ്പനിയാണ് അല്ലേ? ഇത് 3 പേരിൽ ആരെയാ കൂടുതൽ ഇഷ്ടമായത്? നമ്മൾ കോമ്പറ്റീഷനൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല ഇപ്പൊ. ആരാ ഇഷ്ടമായത്? ഭയങ്കര പ്ലീസിങ് ആയിട്ട് സംസാരിച്ച ആരാ പറഞ്ഞോ? അതിന്റെ കാരണം ഞങ്ങൾക്ക് അറിയാം. വന്നപ്പോ തന്നെ നജീമിനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഒരു പഴയ ഫ്രണ്ട്സാ. എനിക്കത് പിള്ളേരായിട്ട് ഭയങ്കരമായിട്ട് മിങ്കിളാവുന്നത് നജീമിക്കാണ് അല്ലേ? ഭയങ്കര കുട്ടിത്തുള്ള മനസ്സല്ലേ? എന്താ പറയാ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിള്ളേരുണ്ട്. അച്ഛലേക്കും പിള്ളേരുണ്ട്. നമുക്ക് അറിയാൻ എന്താ വകുപ്പെന്ന്. ഇത് അറിഞ്ഞൂടാ. ആദ്യം തന്നെ സോപ്പ് ഇടും കേട്ടോ പിള്ളേരെ, ഞാൻ ഭയങ്കര നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ദി ഫേവറേറ്റ് നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് നജീമിക്കാണ്. അപ്പൊ നമുക്ക് ആദ്യം ഫേവറേറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തോ? മാർക്സ് സ്റ്റാർട്ട് ചെയ്യാം. ഔട്ട് ഓഫ് 40 39 ഔട്ട് ഓഫ് 40. സജിലത്ത ഔട്ട് ഓഫ് 30 29. ചേച്ചി ഔട്ട് ഓഫ് 30. പാർവതി കുട്ടിക്ക് ഓൺ 30 29. So in total 97 out of 100. നല്ല മാർക്സ് അല്ലേ? നമുക്ക് സന്തോഷമല്ലേ കുറെ മാർക്സ് ഒക്കെ വാരിക്കോരി കൊടുത്തപ്പോ. അപ്പൊ എന്തായാലും ഇതുപോലെ പെർഫോമൻസ് ഉണ്ടാവട്ടെ ഇനി വരുന്ന എപ്പിസോഡുകളിലും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.